ഒരു ദിവസം ഒരക്ഷരം, ഒരു മാസം കൊണ്ട് മഖ്റജ് പഠിച്ചു കഴിഞ്ഞു. 24 മണിക്കൂറിൽ ഒരു മഖ്റജ് പഠിക്കാൻ 10 മിനിറ്റ് ആക്കി വെച്ചാൽ മതി. ഒരു മാസം കൊണ്ട് മഖ്റജ് കഴിഞ്ഞു. നമുക്ക് സമയം കിട്ടിയില്ല, നമുക്ക് സമയം കിട്ടുന്നില്ല. തഫറഗ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയുന്നു, യബ്ന ആദം, ആദമിന്റെ മോനെ, തഫറഗ്, സമയം ഒഴിവാക്കി എടുത്തോളൂ. ദുനിയാവിന് സമയം പ്രത്യേകിച്ച് കൊടുക്കണ്ട, ഞാൻ കതറാക്കി കിട്ടും. ഇതിനു വേണ്ടി നീ സമയം ഒഴിവാക്കി എടുത്തോളൂ. ഒന്ന് മഖ്റജ് പഠിക്കണം, ഇല്ലെങ്കിൽ വാക്ക് മാറും, തെറ്റും. രണ്ടാമത്തെ ശ്രദ്ധിക്കാനുള്ളത് ഹർക്കത്തുകൾ. ഹർക്കത്തുകൾ ഫത്ഹ് കസ്റ കാണുന്നറിയോ, അത് മാറിയാൽ അർത്ഥം മാറും. ഫായിലും മഫൂലൊക്കെ മാറിയാൽ എഴുന്നൂറ്റി. ഉദാഹരണത്തിന് വഇദ്ബിതല ഇബ്രാഹീമ റബ്ബുഹു. ഇബ്രാഹീമ ഫത്ഹ് അല്ലേ, നസ്ബ്. റബ്ബു റഫ്ഉ ലമ്മ്. പക്ഷെ അതിനാണ് ഇതിന്റെ അർത്ഥമുള്ളത്. ഒരാൾ ഓതുന്നു വഇദ്ബിതല ഇബ്രാഹീമ റബ്ബുഹു, എന്താ അർത്ഥം? ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ റബ്ബ് പരീക്ഷിച്ച സന്ദർഭം. ക്ലിയർ? ഒരാൾ ഓതി വഇദ്ബിതല ഇബ്രാഹീമു റബ്ബഹു, അങ്ങോട്ട് ഇങ്ങോട്ട് മാറി. ഇബ്രാഹിം തന്റെ റബ്ബിനെ പരീക്ഷിച്ച സന്ദർഭം. നേരോട്ടെ. ഹർക്കത്ത് ശ്രദ്ധിക്കണം. 3 ഷദ് ശ്രദ്ധിക്കണം. ഇതാണ് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്. മഖ്റജ്, പിന്നെ ഈ പറഞ്ഞ ഹർക്കത്തുകൾ, പിന്നെ ഷദ്. ഷദ് എന്താ കാരണം? ഷദ് എന്ന് പറഞ്ഞാൽ 2 അക്ഷരാണ്. ഉദാഹരണത്തിന് അമ്മ എന്നൊരുത്തം പറഞ്ഞാൽ അ അൻ മ, 2 അക്ഷരം. അത് ആദ്യം ന്യൂനുണ്ട്, ഇവ മണിച്ചിട്ടില്ലെങ്കിൽ ആ ന്യൂ പോയി. അപ്പൊ അള്ളാഹു പറഞ്ഞൊരക്ഷരം കളഞ്ഞിട്ട് ഓതിയ പോലെയായി, കുറ്റകരമാണ്. ഇത്രയേ ഉള്ളൂ. ഇത് 3 ക്ലിയർ ആക്കുക. ഒരു ദിവസം 10 മിനിറ്റ്, ഇത്ര തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെന്ററിലേക്ക് പിന്നെ ഷേഖിനെ പിന്നെ ഉസ്താദിനൊക്കെ വിളിക്കണം. ഉസ്താദ് എപ്പോഴാണ് ഖുർആന്റെ ക്ലാസ്, ഞാനും വരുന്നത്. അതാ ശരിക്കും വേണ്ട നമ്മളെടുക്കുന്നത്. ഇത് നമ്മൾ മെസ്സേജ് അയച്ച് പിന്നെ ഫോൺ വിളിച്ച് വായി പഠിക്കുവായി. നമുക്കുള്ള ഇത് ഖുർആൻ ഓതാൻ പഠിക്കലാണ് ഒന്ന്. രണ്ടാമത്തത് ഖുർആന്റെ മാന പഠിക്കലാണ്. അർത്ഥം എന്താ എൻ്റെ റബ്ബ് എന്നോട് പറയുന്നത്. സൂറത്ത് യൂസുഫ് പഠിച്ചിട്ടുണ്ടോ? എന്തൊരു രസാന്നറിയും, എന്തോ ഒരു രസമാ. അള്ളാഹു ഇങ്ങനെ കഥ പറയുന്നത്, ഓരോ സീനും ഓരോ രംഗവും. അതിന്റെ അർത്ഥം കേട്ട്, പ്രത്യേകിച്ച് ഗൾഫില് നമ്മളാ ഷേഖ് അനസില്ലേ ഹഫിളഹുല്ലാഹു തആല, മൂപ്പര പള്ളിയിലൊക്കെ പോയി നിന്നാലുണ്ടല്ലോ, ഒന്നാമത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറും മൂപ്പര സൗണ്ടില്. ബാക്കിയൊന്നും ഇങ്ങനെ ഒരു ഒഴുക്കാണ്. മാഷാ അല്ലാഹ്. ആ ഖുർആന്റെ അലയൊടികളിൽ ഇങ്ങനെ അർത്ഥം കിട്ടണം. എത്ര സൂറത്തുണ്ട്? ഏകദേശം അല്ല, എത്ര സൂറത്തുണ്ട്? 114. ഒരു ദിവസം ഒരായത്ത്, ഒരാഴ്ചക്ക് ഒരായത്ത്. പറ്റൂലേ? ഒരാഴ്ചക്ക് ഒരായത്തിന്റെ മഖ്റജ്, തജ്വീദും മഅനയും പിന്നെ തഫ്സീറും. പറ്റൂലേ? നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എത്രയായിട്ടുണ്ടാവും? തീർന്നിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. സ്വന്തത്തെ ആക്ഷേപിക്കുന്ന, നിലവിളിക്കുന്ന, കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. പക്ഷെ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മഅന തജ്വീദ്, മഅന തഫ്സീർ. ഈ ആയത്ത് എന്താണ്, അതിന്റെ പശ്ചാത്തലം എന്താണ്, അതിലെന്താ റബ്ബ് പറയുന്നത്, അതും കൂടി മനസ്സിലാക്കിയാൽ പിന്നെ അമൽ ചെയ്യലാണ്. ഇത് 3 ചെയ്തവനാണ് ഹഖ്ഖ തിലാവതി, ഖുർആനിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയവൻ. പഠിച്ചേ പറ്റൂ.